സുഹൃത്തുക്കളെ, ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ 3-4 സെന്റിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചധികം ലാൻഡ് വേണം, അതുപോലെ തന്നെ നല്ലൊരു സെപ്പറേറ്റ് ആയിട്ട് ഗാർഡൻ ഏരിയ വേണം, അതുപോലെ 2-3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം, അതുപോലെ ഇതുപോലെ ഒരു വാട്ടർ ഫൗണ്ടൈൻ വേണം, നല്ല കിഡിലനായിട്ട് നല്ലൊരു ബോക്സി ഡിസൈനിങ്ങിൽ വരുന്ന ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വീട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ്ട. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇതിന്റെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ലൊക്കേഷൻ, എത്ര ബെഡ്റൂം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണോ? അറിയിച്ചു തരാം. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇതിന്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ഇതിന്റെ ഒരു വിഷ്വൽസിലേക്ക് കടന്നല്ല വാ. ഈ കാണുന്ന ഡിസൈൻ വർക്കിൽ വരുന്ന നല്ലൊരു ബോക്സി ഡിസൈനിങ്ങിൽ വരുന്ന ഒരു വീട് കൂടിയാണ്. ഇത് വരുന്നത് 8.5 സെന്റ് സ്ഥലമാണ്. അതുപോലെ 8.5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നല്ല മനോഹരമായി തന്നെ നല്ല എലിവേഷനോട് കൂടി, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളാണെങ്കിലും നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ നമ്മുടെ കിഴക്കമ്പലം പോകുന്ന റൂട്ടിൽ, ആ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായി കാണുന്ന മനോഹരമായി തന്നെ എലിവേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതുപോലെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണുമല്ലോ. അപ്പൊ കോമ്പൗണ്ട് വാളാണെങ്കിലും നല്ല വ്യത്യസ്തമായിട്ട് നല്ല മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വഴി തന്നെ നോക്കി നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് 2020 പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്ലൈഡിംഗ് ഗേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CNC കട്ടിങ്ങോട് കൂടി തന്നെ നല്ല മനോഹരമായി തന്നെ CNC കട്ടിങ്ങോട് കൂടി തന്നെ സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗാർഡൻ ഏരിയ, ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു ഗാർഡൻ ഏരിയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാട്ടർ ഫൗണ്ടൈൻ തന്നെ ചെയ്തിരിക്കുന്നത്. കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. ഏകദേശം 98% വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം കുറച്ച് വർക്ക് മാത്രമേ ബാലൻസ്ഡ് ആയിട്ടുള്ളൂ. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാൻഡ്സ്കേപ്പ് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നാച്ചുറൽ ഗ്രാസും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സുകളും കാര്യങ്ങളും എല്ലാം നട്ട് മനോഹരമായി തന്നെ ലാൻഡ്സ്കേപ്പ് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു തെങ്ങെങ്കിലും വേണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ തേങ്ങയുടെ വില നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര വിലയാണ്. അപ്പൊ ഒരു തെങ്ങുള്ളത് ഈ ഒരു വീടിന് തന്നെ നല്ല ഐശ്വര്യം കിട്ടുന്ന ഒന്നാണ്. അപ്പൊ അതുപോലെ ഒരു വലിയൊരു തെങ്ങ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കവേഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് സജ്ജീകരിച്ചിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ള കാർ പോർച്ച് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 2 വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു ഭാഗത്തും നമുക്ക് വണ്ടികൾ ധാരാളമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ് ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ബിൽഡർ. പിന്നെ 8.5 സെന്റ് സ്ഥലമുണ്ട്, 2600 സ്ക്വയർ ഫീറ്റിൽ. ഇത് ഇവിടെയൊക്കെ ചെറിയ ഗാർഡൻ ഏരിയ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കോമ്പൗണ്ട് വാളിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെടികൾ നടാനുള്ള ഒരു സെറ്റപ്പ് അവിടെയും ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തു. ഫ്ലോറിലാണെങ്കിലും നമുക്ക് കോബിൾ സ്റ്റോണിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിന്റെ കിണർ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഈ ബാക്ക് വശത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ട ഇവിടെ ആയിട്ടാണ് കിണർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വലിയൊരു കിണർ, പഴയ കിണറാണ് കേട്ടോ അത്. ആ കിണർ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണുമല്ലോ. ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക്, ഇതിന്റെ അകത്തേക്ക് നമുക്ക് കറങ്ങി അകത്തുകൂടെ തന്നെ കയറി വന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. വാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്കാണ് കിടക്കേണ്ടത്. ഈ ഒരു ബോക്സി ഡിസൈനിങ്ങിൽ വരുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഇതിന്റെ മൊത്തം വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് 3-4 ചെയർ ഇടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തേക്കും തുറക്കാവുന്ന ഒരു ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ലിവിംഗ് ഏരിയ ആണെങ്കിലും നല്ല വിശാലത നിറഞ്ഞ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അതും കോർണർ സെറ്റി ഒക്കെ ഇട്ടാലും നമുക്ക് ഒരുപാട് സ്പേസ് തോന്നിക്കുന്ന രീതിയിൽ ലിവിംഗ് ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉണ്ടല്ലോ, ഇതാണ് ഒരു TV ഏരിയ ആണെങ്കിലും നല്ല നമുക്ക് ആ ഒരു ഏരിയ തന്നെ വെറൈറ്റി ആയിട്ട് തന്നെ
സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പാർട്ടീഷൻ ചെയ്യാതെ തന്നെ ആ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെ കയറി വരാവുന്ന രീതിയിൽ TV കാണാവുന്ന രീതിയിൽ ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ 3 ഫേസ് കണക്ഷനാണ്, 3 ഫേസ് കണക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴത്ത് തന്നെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ ഇവിടെ വെക്കാനുള്ള സൗകര്യം, അതുപോലെ ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അതും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് എന്ത് ഡൈനിങ് സ്പേസ്, ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല വിശാലത തോന്നിക്കുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിൻ, ഒരു കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മോഡുലർ കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു വീടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മോഡുലർ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. കണ്ട, ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സും അതുപോലെ ഈ ബീഡിങ്ങിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും, അതുപോലെ നല്ല മനോഹരമായി തന്നെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നാനോ വൈറ്റിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലുകളും തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് സെക്കൻഡ് കിച്ചൺ ആയിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടാ, ഈ ഒരു ഭാഗത്തേക്ക് വന്നാലും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് കിച്ചണും നല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കിച്ചണും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് എല്ലാ വീടുകൾക്കും ഉണ്ടാവണമെന്നില്ല. ഈ ഒരു വീടിന് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ എന്താ ഒരു വിൻഡോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറും ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയർ വർക്ക് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ, ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു പാഷിയോ ഒരുക്കിയിട്ടുണ്ട്. അതാ വാട്ടർ ഫൗണ്ടൈൻ, അത് നല്ല ഭംഗിയിൽ തന്നെ നല്ല മേളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ടഫ്ലന്റ് ഗ്ലാസ് ആണ് മേളിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വേറെ ചെടികളും മറ്റും വെക്കാനുള്ള സൗകര്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് താഴെ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അവൈലബിൾ ആണ്. 2 ബെഡ്റൂം കേട്ടോ. 2 ബെഡ്റൂമും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം കൂടിയാണ്. ഇതിന്റെ സീലിംഗ് വർക്കിന്റെ കാര്യത്തിലേക്ക് വളരെ വ്യത്യസ്തമായിട്ട് നല്ല വുഡൻ ടെക്സ്ചർ വർക്കോട് കൂടിയിട്ടുള്ള സീലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ അതെ ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ ഒരു കൗണ്ടറിലും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും സെറയുടെ ഫിറ്റിംഗ്സ് ആണ്, വാഷ് കൗണ്ടർ ആണ് വരുന്നത്. അതുപോലെ തന്നെ മേളിലാണെങ്കിലും മൾട്ടിവുഡ് വെച്ച് നല്ല മനോഹരമായി തന്നെ ഇതിന്റെ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കൗണ്ടർ അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡോറ് വരുന്നത് മഹാഗണി, ആഞ്ഞിലി മുതലായ തടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം, ആദ്യത്തെ ബെഡ്റൂം. അതിൽ വാർഡ്രോബും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഒത്തു വന്നിട്ടുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടി കൂടിയാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. മാറ്റ് ഫിനിഷ് ടൈൽ, ഒരു ഗ്രേ കളർ ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ വരുന്നുണ്ട്. അതുപോലെ കൺസീൽഡോട് കൂടിയിട്ടുള്ള ഒരു ക്ലോസറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ കടക്കാം. വാ, ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ ഈ ഒരു ഏരിയ നമുക്ക് കണ്ട വാർഡ്രോബിന്റെ ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബാത്റൂം സൗകര്യം, ബാത്റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ട, ഇവിടെ ആയിട്ട് മേക്കപ്പ് ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് ആണെങ്കിലും ചുറ്റിനും 4 സൈഡും പ്രൊഫൈൽ ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകൾ, അങ്ങനെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ചുറ്റും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ പോകാം ശ്രമിക്കാം. അതുപോലെ ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ
ടഫ്ലൻഡ് ഗ്ലാസ്സിൽ അതുപോലെ തന്നെ വുഡൻ വർക്കാണ് ഇവിടെ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴത്ത് സ്റ്റെപ്പ് തടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കയറി വരുന്നിടത്ത് ആ ബീഡിങ്ങിൽ മൊത്തം നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭംഗി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് ലൈറ്റുകൾ കേട്ടോ, സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശാലമായിട്ടുള്ള ഒരു ഏരിയ, ലിവിങ് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നെത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ മേളിലും 2 ബെഡ്റൂം അവൈലബിൾ ആണ്. വളരെയധികം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് തന്നെയാണ്. കണ്ട വലിയ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾറോബിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്ത്, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സീലിംഗ് വർക്ക് ആണെങ്കിലും വളരെ മനോഹരമായി നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വാ ഈ ഒരു ഏരിയ ഉണ്ടാ ടി വി യൂണിറ്റ് ഏരിയ ഉണ്ടാ. അതും വളരെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ അതും ഈ ഒരു ഏരിയ മൊത്തത്തില് ഒരു ടി വി യൂണിറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ആണിത് കേട്ടോ. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ പോലെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രത്തോളം സൗകര്യങ്ങളാണ് കേട്ടോ. ഇതൊരു വലിയ ബാത്റൂമാണ്, കൊള്ളയിലെ ഏറ്റവും വലിയ ബാത്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം കണ്ട. ഇത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താം. ഇവിടെ പാർട്ടീഷൻ ചെയ്യാം. അതുപോലെ സെറേഡയാണ് നമുക്ക് ബാത്റൂം സാനിറ്ററി ഐറ്റംസ് ഒക്കെ വരുന്നത്, കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിംഗ്സ്. അങ്ങനെ നല്ല മനോഹരമായി തന്നെ ഇതിന്റെ വ്യത്യസ്തമാക്കുന്നതിന്റെ ഇതിന്റെ ഈ ഒരു ഏരിയ, അതായത് ടൈലുകൾ, വാൾ ടൈലുകൾ നല്ല മനോഹരമായി തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. യൂട്ടിലിറ്റി ഏരിയ ആണ്. യൂട്ടിലിറ്റി ഏരിയ ആണെങ്കിലും ഒരുപാട് സൗകര്യമുണ്ട് കേട്ടോ. വലിയൊരു സൗകര്യത്തിലാണ് യൂട്ടിലിറ്റി സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ മേളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തം കവേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട്. 8.5 സെന്റ് സ്ഥലം, ഇങ്ങനെ 8.5 സെന്റ് സ്ഥലം, 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിന്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിലല്ല, ഇവിടെ ആയിട്ട് ബാൽക്കണി ഇട്ടാ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന്, അതായത് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും നമുക്ക് ഏകദേശം ഒരു 600 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന്, അതായത് ആലുവ തൃപ്പൂണിത്തുറ ബസ് റൂട്ടിൽ നിന്ന്, കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 300 മീറ്ററും, അപ്പൊ മൊത്തം 600 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. 8.5 സെന്റ് സ്ഥലം, 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. 1,30,00,000 രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. അവ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും കാണാം.